14 നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ മറുപടി എപ്പോൾ കൈമാറുമെന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ശത്രുവിന്റെ ഏത് നീക്കവും നേരിടാൻ രാജ്യം സജ്ജമെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഇറാൻ സംഘർഷം ഉടൻ തീരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതിനിടെ ഇറാഖ് മരുഭൂമിയിൽ US അനുമതിയോടെ ഇസ്രായേൽ തയ്യാറാക്കിയ രഹസ്യ സൈനിക താവളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേർണലും പുറത്തുവിട്ടിട്ടുണ്ട്. രഹസ്യ താവളം സ്ഥാപിച്ച US നടപടിക്കെതിരെ UN-ൽ ഇറാഖ് പരാതി നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട്. MCA നാസറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. MCA, ഗുഡ് മോർണിംഗ്. ഇവിടെ അമേരിക്ക കൈമാറിയ 14 നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം കാത്തിരിക്കുകയാണോ അമേരിക്ക? അത് ഉടൻ ഉണ്ടാകുമോ? ദിവ്യ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അമേരിക്കൻ പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു മറുപടി ലഭിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതീക്ഷ. പക്ഷേ ആ ഘട്ടത്തിലാണ് തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ ഹോർമുസിൽ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ ഇരു സേനയും തമ്മിൽ നടന്നത്. കാരണം ഇറാൻ കപ്പലുകൾക്ക് നേരെ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായി. അതിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാൻ സേനയും നൽകി. അതേ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണ് അത്ര പെട്ടെന്ന് ഒരു മറുപടി നൽകേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്ക് ഇറാൻ എത്തിച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള അടിച്ചേൽപ്പിക്കലോ ഉപാധികൾ മാത്രമല്ല സമയപരിധി നിർണ്ണയിച്ചുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പൊന്നും തങ്ങൾ പരിഗണിക്കുന്നില്ല. തങ്ങളുടേതായിട്ടുള്ള സമയമെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറുക എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു മറുപടി ഇറാന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകും. ആ മറുപടി വന്നാൽ മാത്രമായിരിക്കും തുടർ ചർച്ചകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ തുടർ നടപടികൾ സംബന്ധിച്ച് ഒരു തീർപ്പിലേക്ക് പോവുക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ലബനാനിൽ വലിയ തോതിൽ തന്നെ ആക്രമണം ഇസ്രായേൽ തുടരുന്നത് ഈ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ സമാധാന നീക്കങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. ഇന്നലെ മാത്രം 24 പേരെയാണ് ഇസ്രായേൽ ലബനാനിൽ വകവരുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ, കാരണം ഒരു വെടിനിർത്തൽ കരാർ നിലവിലുള്ള ഒരു ഘട്ടത്തിലാണ് നിരന്തരമായിട്ട് അതിനെ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ഉറപ്പിന്റെ പേരിലാണ് ഒരു വെടിനിർത്തലിലേക്കും ഒരു കരാറിലേക്കും നീങ്ങുക എന്നൊരു ചോദ്യം പാകിസ്ഥാൻ മുഖേന ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ സാധിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നത് ആണവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്ക് അല്പം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള 450 കിലോഗ്രാം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം വളരെ സുരക്ഷിതമായിട്ട് റഷ്യ അത് സൂക്ഷിക്കാൻ ഒരുക്കമാണ്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഇറാന് തന്നെ അത് കൈമാറുകയും ചെയ്യാം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അല്പം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. 2015-ലും സമാനമായ രീതിയിൽ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിൽ സൂക്ഷിക്കുകയും പിന്നീട് അത് കൈമാറുകയും ചെയ്തതായി റഷ്യൻ പ്രസിഡന്റ് അപ്പോൾ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധി മറികടക്കാൻ ഒരുപക്ഷെ ഈ സാധ്യത വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ഇറാന് സാധിക്കും. പക്ഷേ അങ്ങനെ അത് വീണ്ടും റഷ്യയിലേക്ക് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഹോർമുസിന്റെ മേലുള്ള പരമാധികാരം സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിലൂടെ പോകുന്ന കപ്പലുകൾക്കും മറ്റും തൽക്കാലം ഫീസ് ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുനഃപരിശോധിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ ആശാവഹമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. റഷ്യയും ചൈനയും ഇറാഖ് ഇതിനെ എതിർത്തുകൊണ്ട് യുദ്ധത്തിനെതിരെ ശക്തമായി അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തുകയാണോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തയ്യാറാക്കിയ രഹസ്യ സൈനിക താവളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടൊക്കെ പുറത്തുവിടുകയുണ്ടായി. UN-ൽ ഇറാഖ് അമേരിക്കയ്ക്കെതിരെ പരാതി നൽകുന്നു. ഇതിൽ ശക്തമായി ഇറാനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ ഇറാഖ്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ മുതൽ തന്നെ തങ്ങളുടെ മണ്ണ്, തങ്ങളുടെ പ്രദേശം ഒരു നിലയ്ക്കും ഏതെങ്കിലും ഇറാനെതിരായിട്ടുള്ള നീക്കത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു നിലയ്ക്കും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഇറാഖ് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളുക മാത്രമല്ല ശക്തമായിട്ടുള്ള നടപടികളും കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഇറാഖിലുള്ള ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകൾ വളരെ ശക്തമായി തന്നെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അതിനെ ചെറുക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളുണ്ടായി. അതുകൊണ്ട് അമേരിക്കയും ഇറാനും ഇറാഖും തമ്മിലുള്ള ഒരു
ബന്ധം കുറെ കൂടി ശിഥിലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ ഇറാഖ് പ്രധാനമന്ത്രിയെ പിന്നെ നിർണ്ണയിക്കാനുള്ള ഒരു നീക്കത്തിൽ അമേരിക്ക പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഈ ആക്രമണം ഇറാനെതിരെ ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇറാഖിന്റെ മരുഭൂമിയിൽ ഇറാഖിന്റെ അനുമതി കൂടാതെ ഇസ്രായേൽ ഒരു രഹസ്യ സൈനിക കേന്ദ്രം രൂപകൽപ്പന ചെയ്തത്. കാരണം ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന തങ്ങളുടെ സൈനികർക്കോ പൈലറ്റുമാരെയോ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള ലോജിസ്റ്റിക്കൽ സംവിധാനം പരിഗണിച്ചുകൊണ്ടായിരുന്നു അമേരിക്കയുടെ അനുമതിയോടുകൂടി ഇറാഖിന്റെ മരുഭൂമിയിൽ ഇത്തരമൊരു സൈനിക കേന്ദ്രം സ്ഥാപിച്ചത്. പക്ഷേ ഒരു ആട്ടിടയനാണ് ചില അസാധാരണമായിട്ടുള്ള സൈനിക നടപടികൾ കണ്ടെത്തുകയും ഈ വിവരം ഇറാഖ് അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. അതേ തുടർന്ന് ഇറാഖ് സൈന്യം ആ പ്രദേശത്തേക്ക് റോഡ് ചുറ്റുകയും ഇതിനെതിരായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം നടന്നതായിട്ടാണ് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഭവം വെളിച്ചത്ത് വന്ന ഉടൻ തന്നെ ഇറാഖ് ഔദ്യോഗികമായി തന്നെ UN-ൽ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ അനുമതി കൂടാതെ തങ്ങളുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും ഉപയോഗിക്കുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നതെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ശരി MC, ഇപ്പോൾ പുടിന്റെ ഒരു പ്രതികരണം വരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിൽ സൂക്ഷിക്കാൻ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറയുന്നു. 2015 ഇങ്ങനെ സൂക്ഷിച്ചിരുന്നതായും പുടിൻ പറയുന്നുണ്ട്. ഈ പുടിന്റെ ഈ ഒരു നിർദ്ദേശത്തിനോടൊപ്പം നിൽക്കാൻ ഇറാൻ തയ്യാറാകുമോ? അത് അംഗീകരിച്ചേക്കുമോ? ഒരുപക്ഷെ അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ 14 നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇറാന് മുമ്പാകെ പാകിസ്ഥാൻ മുഖേന വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ആണവ പദ്ധതി താൽക്കാലികമായിട്ട് പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വർഷത്തേക്കെങ്കിലും നിർത്തിവെക്കണമെന്നാണ്. അതോടൊപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇറാന്റെ പക്കലുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് തങ്ങൾക്ക് കൈമാറണമെന്നാണ്. പക്ഷെ അമേരിക്കക്ക് ഒരു വിധത്തിലും ഇത് കൈമാറാൻ ഒരുക്കമല്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ IRGC-യും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങളുടെ പൂർണ്ണ പിന്തുണ നേരത്തെ തന്നെ പുടിൻ വാഗ്ദാനം ചെയ്തിരുന്നു. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യയും ചൈനയും പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഇറാന്റെ പക്കലുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ സൂക്ഷിക്കാം. 2015 സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നതായിട്ട് പുടിൻ ഔദ്യോഗികമായി തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാൻ ഇക്കാര്യം പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇത് കൈമാറുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു മധ്യസ്ഥ റോളിൽ കൂടുതൽ സജീവമായിട്ട് രംഗത്ത് വന്ന സാഹചര്യത്തിൽ അത്തരമൊരു നിർദ്ദേശം ഒരുപക്ഷെ ക്രിയാത്മകമായി തന്നെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ദിവ്യ, ശരി. എന്തായാലും അമേരിക്ക കൈമാറിയ 14 നിർദ്ദേശങ്ങൾ, അതിൽ ഇറാന്റെ മറുപടി വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് അമേരിക്ക എന്നാണ് ട്രംപിന്റെ പ്രതികരണം വന്നത്. എന്നാൽ അങ്ങനെ തിരക്ക് പിടിച്ചൊരു പ്രതികരണം നടത്തേണ്ടതില്ല. വിശദമായി പഠിച്ച നിർദ്ദേശങ്ങളൊക്കെ വിശദമായി പഠിച്ചേ പ്രതികരിക്കാനുള്ളൂ എന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്നും വരുന്ന പ്രതികരണം. അതാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ, സാഹചര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.